ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്താണ് നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ എർത്ത് പറഞ്ഞു, സണ്ണ് പറഞ്ഞു. സോ അതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, മൂൺ. ഓക്കെ, അപ്പോൾ എർത്ത് ഹാസ് ഓൺലി വൺ സാറ്റലൈറ്റ്, ദാറ്റ് ഈസ് ദ മൂൺ. ഇറ്റ്സ് ഡയമീറ്റർ ഈസ് only one quarter that of the earth. It appears so big because it is the nearest to our planet, and crystal bodies is also about 384 lakhs and 400 kilometer away from us. ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് ഒരു കണക്കാണെന്ന് ചോദിച്ചാൽ അല്ല, ഇറ്റ്സ് ലൈക്ക് എ ഗസ് ആണ്. ഓക്കെ, 3084 and 400 മീറ്റേഴ്സ് എവയാണ് നമ്മൾ എന്ത് നിൽക്കുന്നത്, പ്ലാനറ്റ്സിൽ നിന്ന് നമ്മളെ മൂൺ നിൽക്കുന്നത്. ഇറ്റ്സ് ആൾസോ പാർട്ട് ഓഫ് അവർ എന്താണ്, ക്രിസ്റ്റൽ ബോഡീസ്. സ്റ്റാർസിൻ്റെ കൂടെ അപ്പിയർ ആകുന്നതാണ് മൂൺ എന്ന് പറയുന്നത് അല്ലേ. അവർ എർത്ത് വൺ സാറ്റലൈറ്റ്, എർത്ത് എന്ന് പറയുന്നത് എന്താണ്, വൺ സാറ്റലൈറ്റ് ആണ്. മൂൺ ഇറ്റ്സ് ഡയാമീറ്റർ, മൂൺ എന്താണ്, ഡയാമീറ്റർ ആണ്. എർത്തിൻ്റെ ഒള്ളി 1/4 ഓഫ് ദ എർത്ത് ഈസ് അപ്പിയർ. ഒള്ളി ഒരു പകുതി പോർഷൻ മാത്രം നമുക്ക് മൂണിൽ നിന്ന് നമുക്ക് എർത്ത് കാണാൻ, അല്ല എർത്തിൽ നിന്ന് നമ്മൾ മൂണിലോട്ട് നമുക്ക് കാണാൻ വേണ്ടി പാകുന്നത്. ഇറ്റ്സ് എ ബിഗ് ആണ്. മൂൺ എന്ന് പറയുന്നത് വളരെ വലുതാണ്. Now you can compare the distance of the earth from the sun and that from the moon. നമുക്ക് ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ സണ്ണും മൂണും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ദ മൂൺ മൂവ് അറൗണ്ട് ദ എർത്ത് ഇൻ about 27 days. It's take exactly the same time to complete a one spin. ദ മൂൺ മൂവ് എവേ, മൂൺ എന്താണ്, നമ്മളെ എർത്തിന് ചുറ്റും വരുന്നത് എന്താണ്, 27 ദിവസം കൊണ്ടാണ്. അപ്പോൾ അത് only one spin ആണ്, ഒറ്റൊരു സ്പിന്നാണ് 27 ദിവസം എടുക്കുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് only one side of the moon is visible on the earth. അതിൻ്റെ റിസൾട്ട് എന്താണ്, ഒരു മൂണിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദ മൂൺ ഡസ് നോട്ട് ഹാവ് എ കണ്ടീഷൻ ഫേവറബിൾ ഓഫ് ലൈഫ്. മൂണിൻ്റെ കണ്ടീഷൻ ഫേവറബിൾ ഓഫ് ലൈഫ് നമുക്ക് ഒരിക്കലും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ പറയാനായിട്ടോ സാധിക്കില്ല. It has a mountains, plains and a depression of its surface. This caused shadows of the moon's appear. അതിൻ്റെ എന്താണ് നമുക്ക് പറയാം, മൗണ്ടൻസിൽ നിന്നും നമ്മുടെ സർഫസിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് എന്തെന്ന് നമുക്ക് പറയാം നമ്മുടെ മൂണ്. അടുത്തെന്താണ്, asteroids. As a part of the star, planets and satellites, there are numbers of tiny bodies which are the tiny bodies which also move around from the sun. സ്റ്റാർസും പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും എല്ലാം തന്നെ ഇതാണ് വളരെ ടൈനി ബോഡീസാണ്. അത് നമ്മുടെ സണ്ണുമായിട്ട് എറൗണ്ട് കറങ്ങി നിൽക്കുന്നു. ദിസ് ബോഡീസ് ആർ കാൾഡ്. ഈ ഒരു ബോഡീസ് നമുക്ക് എന്ത്, അതിലത്തെ ചെറിയ ടൈനി പാർട്സ്, നമുക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചർ നമുക്ക് പറയാം, പല ചെറിയ ഒരു വൈറ്റ് ഡോട്ട്സ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് അസ്ട്രോബോയ്ഡ്സ്. ദിസ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് എ മാസ് ആൻഡ് ജൂപ്പിറ്റർ. ഇത് കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയൊക്കെ ആയിരിക്കും, മാസ് പ്ലാനറ്റിലും ജൂപ്പിറ്ററിലും ആയിരിക്കും. ഓക്കെ, scientists are of the view of asteroids, parts of a planet which exploded many years back. ആ ഈ ഒരു സംഭവം തന്നെ നമ്മൾ അസ്ട്രോയിഡ്സിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മെട്രോയിഡ്സ് എന്താണ്, ദ സ്മാൾ പീസ് ഓഫ് റോക്സ് വിച്ച് മൂവ് അറൗണ്ട് ദ സൺ ആർ കാൾഡ് മെട്രോയിഡ്സ്. Sometimes these meteoroids come near the earth and tend to drop upon it. During this process, due to friction with the air, they get heated up and burn. എന്താണ്, it causes a flash of light. Sometimes a meteoroid without being completely burnt falls on the earth and create halos. എന്താണ്, സ്മാൾ പീസസ് ഓഫ് റോക്സ് ആണ്. പ്ലാനറ്റ്സിന് ചുറ്റും സൺസിന് ചുറ്റും നിൽക്കുന്ന സ്മാൾ പ്ലാനറ്റ്സ് ഓഫ് റോക്സ് ആണ്. അതിൻ്റെ ഗ്രാവിറ്റി എങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രോയിഡ്സ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സിന് ചുറ്റും കാണുന്ന ചെറിയ വൈറ്റ് ഡോട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്, അസ്ട്രോയിഡ്സും. പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങി നടക്കുന്ന ചെറിയ റോക്സിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രോയിഡ്സ് എന്ന് പറയുന്നത്. അവൾ സോളാർ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗാലക്സി. ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നു, ഗാലക്സി. ഇൻ ഏഷ്യൻ ഇന്ത്യ വാസ് ഇമാജിൻഡ് ബൈ ടു ദ റിവർ ഓഫ് ലൈഫ് ഫ്ലോയിങ് ഇൻ ദ സ്കൈ. ഏഷ്യൻ ടൈമിൽ എന്താണ്, നമ്മൾ വെള്ളം ഒഴുകുന്നതും നമ്മളെ സണ്ണൊക്കെ ഇതാക്കുന്നത് നമ്മൾ ദിശ കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് നെയിംഡ് ആസ് ആകാശഗംഗ. ഈ ഒരു ഇതിനെ നമ്മൾ സംബോധന എന്ത് പറയുന്നു, ആകാശഗംഗ. A galaxy is a huge system of billions of stars and clouds. ഈ ഒരുപാട് ഇതിന് എന്താണെന്ന് പറയുന്നത്, ബില്യൺസ് ഓഫ് സ്റ്റാർസും ക്ലൗഡ്സ് എന്ന് പറയുന്നു. ആൻഡ് gases are therefore millions of such galaxy that is make a universe. ഇതെല്ലാം തന്നെ ഗാലക്സിയിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം തന്നെ എന്തെന്ന് പറയുന്നു, ഇതെല്ലാം തന്നെ ഹ്യൂജ് ഫോം ഓഫ് യൂണിവേഴ്സ്.
It is difficult to imagine how big the universe is. Scientists are still trying to find out more and more about it. We are not certain about its size, but we know that all of us are belong to this universe. നമുക്ക് അതിൻ്റെ സൈസോ ഷേപ്സോ ഒന്നും തന്നെ നമുക്ക് എന്താണ് സർട്ടേൺ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ചില ഷേപ്സ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആണ്, ഇറ്റ്സ് നോട്ട് പ്രെഡിക്റ്റബിൾ, അത് കൺഫേംഡ് ആണ്. ഓക്കെ, എന്നാൽ പക്ഷേ എന്താണ് സൈസൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നോ. പക്ഷേ ഇതെല്ലാം തന്നെ ഇറ്റ്സ് ബിലോങ് ടു ഓൾ യൂണിവേഴ്സ്. ഗാലക്സിയുടെ പാർട്ടാണ്, യൂണിവേഴ്സാണ്. ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നു? ഇറ്റ് ഈസ് എ ബിഗ് പാർട്ട് ഓഫ് അവർ യൂണിവേഴ്സ്. താങ്ക് യു. Thanks for watching my video. Please like, share and subscribe my channel. Thank you. 1, 2